ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നാടൻ മേക്കപ്പ് ലുക്കാണ്. അതും സ്കർട്ട് ആൻഡ് ടോപ്പിലാണ്. നിങ്ങൾക്ക് സാരീസിലും സെറ്റുമുണ്ടിലൊക്കെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലോലെസ് ആയിട്ട് BB ക്രീം യൂസ് ചെയ്താണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പോൺസിൻ്റെ BB+ ക്രീമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മൂവ് ടു ദി വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോണർ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ കുക്കുംബർ റിഫ്രഷിങ് ടോണറാണ്. അടിപൊളിയാണ്. ഇതിപ്പോൾ ഒരു 200 ml ഉണ്ട്. 200 ml തന്നെ 200 rupees താഴെ വില വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. എപ്പോഴും കണ്ണ് അടച്ചു വെച്ചിട്ട് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു നീറ്റലുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ, പ്രൈമർ എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലിക്കയുടെ സിൽക്ക് ടച്ച് മോയ്സ്ചറൈസർ കം പ്രൈമർ മിൽക്ക് ക്രീം കോൺസെൻട്രേറ്റ്. അടിപൊളിയാണ്. ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ ചെയ്യാൻ നല്ലൊരു ബേസ് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ പ്രൈമറോ മോയ്സ്ചറൈസറോ ഒന്നും സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നില്ല. എല്ലാം കൂടെ ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ, ടീറാക്കിലൊക്കെ അവൈലബിൾ ആണ്. 700 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല പ്രോഡക്റ്റാണ്. കണ്ടോ, നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു ഗ്ലോയി ഒരു നേച്ചർ കിട്ടും, ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടും. നമ്മുടെ മേക്കപ്പ്, നമ്മൾ ഇതിൻ്റെ പുറത്ത് മേക്കപ്പ് ലെയർ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ബേസ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്കൂളുകളും കോളേജിലും എക്സ്പെഷ്യലി സ്കൂളിലൊക്കെ ഫെയർവെൽ പാർട്ടീസൊക്കെ ഇനി വരാറുണ്ട്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ലെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ ഓക്കെ, ഇതിൻ്റെ പുറത്തൊരു BB ക്രീമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലഷോ ഒക്കെ ലെയർ ചെയ്താൽ തന്നെ സൂപ്പറായിട്ട് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അപ്പോൾ ഇതെന്നാണ് ഫ്ലിക്കയുടെ സിൽക്ക് ടച്ച് മിൽക്ക് ക്രീം മോയ്സ്ചറൈസർ കം പ്രൈമറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ അണ്ടർ ഐസ് ഒക്കെ നല്ല പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ വിച്ച് ഈസ് അണ്ടർടോൺ ടു മൈ സ്കിൻ ടോൺ, ആ ഒരു കൺസീലർ വെച്ചിട്ടാണ് എൻ്റെ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്തത്. NC5 മീഡിയം യെല്ലോ. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് 119 അതോ 100 ബിലോ ഡിസ്കൗണ്ട് സമയത്ത് എനിക്ക് 100 ബിലോ ആണ് കിട്ടിയത്. അടിപൊളി കൺസീലറാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഇറ്റ്സ് സൂപ്പർ. ഓക്കെ, ഇത് ഇൻസൈറ്റിൻ്റെയാണ്. ഈ റേഞ്ചിൽ പല ഷെയ്ഡ്സ് നമുക്ക് ഓറഞ്ച് കൺസീലേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കയ്യിൽ റബ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും ഉണ്ട്. നമുക്ക് മാച്ച് ആവുന്നത് വാങ്ങിച്ച് നോക്കാം. എക്സ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് ഇറ്റ്സ് ടു ഗുഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുത്തു. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പോൺസ് BB+ ക്രീം ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BB ക്രീം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് എനിക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് എവറിഡേ പേർപ്പസിനൊക്കെ ഈ BB ക്രീമൊക്കെ സൂപ്പറാണ്. ഞാൻ BB ക്രീം വെച്ച് പല മേക്കപ്പ് വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് റെഫർ ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാം സൂപ്പറാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പോൺസിൻ്റെ BB ക്രീം. നമുക്ക് ഹെവി ഫൗണ്ടേഷൻസ് ഒന്നും വേണ്ട. BB ക്രീം വെച്ച് നമുക്ക് അടിപൊളി ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
കണ്ടോ? ഇഫ് യു ഡോണ്ട് ഹാവ് ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യേണ്ട. സ്കൂൾ ഗോയിങ് ഒക്കെ നമ്മുടെ ഫെയർവെല്ലിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഡാർക്ക് സർക്കിൾസൊക്കെ നിങ്ങൾക്ക് കുറവായിരിക്കുമല്ലോ പിഗ്മെൻറ്റേഷൻസൊക്കെ. BB ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നൊരു കൺസീലർ, 2 കൺസീലർ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ അടുത്ത കൺസീലർ ലെയറപ്പ് ചെയ്യാണ്. എൻ്റെ മാച്ച് എനിക്ക് എക്സാക്ട് മാച്ച് കിട്ടിയില്ല, അതുകൊണ്ട് ഐ ആം യൂസിങ് ദീസ് 2 കൺസീലർ. വൺ ഫ്രം L'Oreal Paris Infallible Full Wear 314 Beach, another from Swiss Beauty Perfect Liquid Concealer Light Moyen 03. ഈ 2 കൺസീലേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു ഷെയ്ഡാണ്. ലോറിയൽ പാരീസിൻ്റെ കൺസീലറൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു കവറേജ് കിട്ടും. അതേപോലെ തന്നെ സ്വിസ് ബ്യൂട്ടി, ലോറിയൽ പാരീസ് എനിക്ക് തോന്നുന്നു ഒരു 500 സംതിങ് ഒക്കെയാണ് ആണ്. സ്വിസ് ബ്യൂട്ടീസ് 200 സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചത്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ കൺസീലർ നന്നായിട്ട് ഡാമ്പ് ചെയ്തു. ഇനി ഐബ്രോസ് ആണ്. ഐബ്രോസിന് ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ആണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾസോ ഇറ്റ് ഈസ് അണ്ടർ ബഡ്ജറ്റ്, അണ്ടർ 200 സംതിങ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഓക്കെ, ദെൻ ഐബ്രോസ് ഫില്ല് ചെയ്തു. നമ്മൾ മാർസിൻ്റെ ഇത് വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്തത്. ജസ്റ്റ് നമ്മൾ ഈ ഗ്യാപ്പിൽ സ്ട്രോക്സ് അപ്ലൈ ആയിട്ട് ഈ സ്പൂളി ഒന്ന് ജസ്റ്റ് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫേസ് പൗഡർ എടുത്തിട്ടുണ്ട്. പാക്കിൻ്റെ ഒരു മിനി ബനാന പൗഡറാണ്, HD ബനാന പൗഡർ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫുൾ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഹോൾസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ പൗഡർ കണ്ടോ. സോറി ഇതാ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ടു സെറ്റ് ദ ഫേസ്. ഈ പാക്കിൻ്റെ ബനാന പൗഡർ നല്ലതാണ്. പിന്നെ മാക്കിൻ്റെത്, പിന്നെ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണെങ്കിൽ ഇൻസൈറ്റിൻ്റെ ബനാന പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. എപ്പോഴും പൗഡേഴ്സ് എടുക്കുമ്പോൾ വൈറ്റ് പൗഡർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പോൺസിൻ്റെ സാൻഡൽവുഡ് പൗഡറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, എവറി ഡേ ബേസിസിലൊക്കെ. അതും അടിപൊളിയാണ്. ഓക്കെ, ഐ മേക്കപ്പിലാണ് മൂവ് ചെയ്യുന്നത്. എനിക്ക് ചുണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അകത്തിങ്ങനെ വായ്പുണ്ണ് പോലെ ഉണ്ട്. അതാണ് ചുണ്ട് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാൻ സജസ്റ്റ് ചെയ്യും, ഞാൻ ഒരു ബ്രൗൺ ഒരു ഐ മേക്കപ്പാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ എം യൂസിങ് ഹുഡ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു ഐ ഷാഡോ ആണ്. അപ്പം അതിനകത്ത് ബ്രൗൺസ് വെച്ചിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഐ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അറൗണ്ട് ദ ഐസ്, ഐലിഡ് താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തെ ഹെന്ന എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് എടുത്തിട്ട് അതൊരു ലൈറ്റർ വേർഷനാണ്. ഈ ഹൈലൈറ്റിലൊന്ന് കൊടുക്കുക. ഓക്കെ, സിമ്പിളായിട്ടൊരു ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു വിങ്ഡ് ഐലൈനർ കൊടുത്തു. താഴെയും ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ കാജൽ അപ്ലൈ ചെയ്തുള്ളൂ. പിന്നെ അത്ര തന്നെ. ഓക്കെ, താഴെ ഒരു ചെറിയൊരു ഗ്ലിറ്ററി ഷെയ്ഡ് കൊടുത്തു. നിങ്ങൾക്ക് ഗോൾഡൻ കൊടുക്കാം, ഏത് ഷെയ്ഡ് വേണം കൊടുക്കാൻ. ഞാൻ ഈ ഒരു
ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തത്. ഓക്കെ, 24K എന്നാണ് ആ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി അടുത്ത ബ്ലഷാണ്. ബ്ലഷിന് ഞാൻ ഇവിടെ ഒരു സ്ട്രോക്ക് ക്രീം, നമ്മുടെ മാർസിൻ്റെ ഒരു ഇലുമിനാറ്റി പ്രൈമർ കം ഒരു സ്ട്രോക്ക് ക്രീമാണ്, നല്ല ഷൈനിങ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കാരമൽ എക്ലയർ 06 ഫ്രം ഇൻസൈറ്റ്. ഈ ഒരു ബ്ലഷ് അണ്ടർ 100 റുപ്പീസാണ്. ഇൻസൈറ്റ് മേക്കപ്പ് എസെൻഷ്യലിൻ്റെ ബ്ലഷിൻ്റെ റേഞ്ചിൽ വരുന്ന കാരമൽ എക്ലയർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്, നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ ഈ സ്ട്രോക്ക് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റും കൂടെ കിട്ടും, കണ്ടോ. ഓക്കെ, ലെറ്റ്സ് അപ്ലൈ ബ്ലഷ്. ഓക്കെ, ഇൻസൈറ്റിൻ്റെ ബ്ലഷർ റേഞ്ചിൽ വരുന്ന ഒരുപാട് അടിപൊളി ബ്ലഷേഴ്സ് ഉണ്ട്. ഇത് വന്നിട്ട് കാരമൽ എക്ലെയർ, ടു ഗുഡ്, നമുക്ക് ഡെയിലി പേർപ്പസിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്ലഷാണ്. ഓക്കെ ഓക്കെ, അടുത്തത് എൻവയുടെ ഒരു ബ്രോൺസറാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ജസ്റ്റ് ഫോർ ഹെഡിലും ഓക്കെ, അപ്പോൾ ഇട്ടു. ഇനി നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക്കാണ്. അപ്പം ഞാൻ മാർസിൻ്റെ ഒരു എഡ്ജ് ഓഫ് ഡിസയർ 04 ചോക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. Okay, and I'm using Miss Claire matte powder lip color 15, bloggers favorite. It's my favorite. It's too good. നല്ലൊരു ഷെയ്ഡാണ്. ഹായ് ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. BB ക്രീമിൽ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പ്ലീസ് ഡു സപ്പോർട്ട്. ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.